സാർ നേരെ ഏവർക്കും ഞങ്ങളൊരുക്കുന്ന കാർണിവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കാർണിവലിലെ കൂട്ടാളിയും തേരാളിയും എൻ്റെ ധൈര്യവും എൻ്റെ സധൈര്യം എന്നെ എല്ലാ റൈഡുകളിലും കയറ്റുന്ന എൻ്റെ പിന്നിലെ ശക്തി ആണ് ഇന്നെൻ്റെ കൂടെയുള്ളത് ബഹുമാനപ്പെട്ട ആയിഷമാത്ത അവർകൾ. അപ്പോൾ ആയിഷമാത്ത അവർകൾ ഇത്തവണ കാർണിവലിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു സ്കൈ ബ്ലൂ ഹിജാബാണ് ആയിഷമാത്ത ഇന്ന് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ കാണികളുടെ മനസ്സിൽ പുളകം കൊള്ളിക്കുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ആയിഷമാത്തയും റിനാനും ഞാനും അഫിയും ഈച്ചുവും ജിമ്മിയും പരിപാടിക്ക് പോകാൻ റെഡിയാണ്. ഇവനോടെ റിച്ചു ബാ നൂറ പ്ലറ്റ് നൂറ സ്കൂൾ ബസ്സോ കാർ എടുക്കണോ? അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ പുറപ്പെടുകയാണ്. സോ വി ആർ ഗോയിങ് ടു ഹിറ്റ് 29 lakh സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് വേമ്പ ഓളെ യൂണിഫോമിൽ തന്നെ ഉണ്ടായാലോ. സൂര്യൻ തനിച്ചിരിക്കണം തറച്ചിരിക്കണം. ഇതാണ് നമ്മളെ ഏറ്റവും അടുത്ത അയൽവക്കക്കാർ വരുന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും അടുത്ത അയൽവക്കക്കാർ വളരെ നിയറസ്റ്റ് നമുക്ക് അയൽവക്കക്കാരില്ല. ഇനിയിപ്പോൾ നമുക്ക് പുതിയ അയൽവക്കക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. ന്യൂ അയൽവക്കം പോയോള് ഞാൻ വിളിക്കാം ബാ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നിലമ്പൂർ പാട്ടിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ശരിക്കും മാർക്കോനെയും കൂടി കയ്യിൽ കെട്ടി കൊണ്ടുപോകണം. പക്ഷെ അവിടെ ആൾക്കാരും കൂട്ടക്കാരും ഉള്ളിടത്തേക്ക് മാർക്കോനെ കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ എന്താ മാർക്കോ ഡാർക്കാട്ടോ മാർക്കോ വലുതാവും തോറും മാസ്റ്റർ വിളിക്കണതേ. മാസ്റ്റർ വിളിക്കുമ്പോൾ ചെവി ഉയർത്തും. മാർക്കോ ഞമ്മക്കൊരു ലോക്കൽ നോട്ടം. നിങ്ങളാരടാ ഇന്ന മുതലാളി ഓനെ എനിക്ക് ചിക്കനും പാലും മുട്ടയൊക്കെ തരുന്നത്. എനിക്ക് അവൻ അംഗീകരിച്ചാൽ മതി. ഇതെന്താ ഫീഫ കോലം പോലെ വെക്കണേ? അപ്പോൾ കൊടുന്നിട്ട് കിട്ടുന്നല്ലാതെ നോക്കൽ മൊത്തം ആഴ്ചമാത്തിയാണ്. ചേച്ചിമാരെ ഹായ്. മറ്റേതിൻ്റെതാ ഹരിതകർമ്മസേന. അപ്പോൾ നമ്മളെ ഹരിതകർമ്മസേനയുടെ ചേച്ചിമാരാണ്. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. ചേച്ചി ഒരു ചാറ്റ് അടിക്കേ ടാറ്റാ. നിങ്ങളൊരു ചാറ്റ് അടിക്കും. എന്താ ഇപ്പണ്ടേ ഹരിതകർമ്മസേനയിൽ പണിയെടുക്കുന്നതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മേൽനോട്ടം വെച്ച് റീലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മേലെ നിങ്ങളെ പണിക്കൊന്നും പോകല്ല. പോലെ റിനാനെ അപ്പച്ചി പോയില്ല നൂറിനെ കൂട്ടാന്. തൊണ്ണൂറ്റഞ്ചാ എന്ത് 95? സുഹൃത്തുക്കളെ നമുക്കിന്നൊരു സ്പെഷ്യൽ ന്യൂസ് ഉണ്ട്. നൂറിനൊന്ന് വിളിക്കാം കേട്ടോ. അപ്പം ബഹുമാനപ്പെട്ട റിനാൻ അവറുകളുടെ യൂട്യൂബ് ചാനൽ 95K നിൽക്കുകയാണ്. ഒരു 5K ഒരു 5000 ആൾ വ്ളോഗ് കാണുന്നതിൻ്റെ ഇടയിൽ തങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി റിനാൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഈ എളിയ കലാകാരനും യൂട്യൂബറും നാളത്തെ വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫറുമായ നമ്മുടെ റിനാൻ്റെ യൂട്യൂബ് ചാനൽ 100K. ഹലോ എവിടെ ഇങ്ങോട്ട് വേമ്പാ. യൂണിഫോം മാറ്റില്ലേ വേമ്പാ. എന്നാ വേം മാറ്റി. നിലമ്പൂർ പാട്ടിന് പോവാ. മാറ്റിക്കൊണ്ട് വേമ്പാ. ചായ കുടിച്ചാൽ നിൽക്കല്ലോ കേട്ടോ. വേമ്പാ എന്നെ കാത്തിക്ക. അപ്പോൾ വളർന്നു വരുന്ന ഈ ഒരു എളിയ യൂട്യൂബറിന് നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ട് ഈ യൂട്യൂബറെ വിജയിപ്പിക്കുന്ന രീതിയിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആക്കി. ആയിക്കോട്ടെ. ഓൻ്റെ വകയാണ് ഒരു ദിവസം 100K ആക്കിയാൽ എന്തായാലും ചിലവുണ്ട് കേട്ടോ. പുഡിങ് ഉണ്ടാക്കും. എന്തൊക്കെ ഉണ്ടാക്കും ഭക്ഷണം? ഇളനീര് പുഡിങ് ഉണ്ടാക്കും, വാനില പുഡിങ് ഉണ്ടാക്കും, എല്ലാ പുഡിങ് ഉണ്ടാക്കും. ഫ്ലേവർ ഇങ്ങനെ മാറ്റി കൊടുക്കും. ഒറ്റ കൂട്ട് എസൻസ് അല്ല. എസൻസ് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ പോലെ മേലെ കൂടെ നമ്മളുണ്ടാക്കും. നമ്മളെ ഓൺ പുഡിങ് വരണം. അതായത് നമ്മളെ ഇളനീരായിട്ട് തന്നെ ഉള്ള പുഡിങ് വരണം അല്ലേ ആച്ചുമാത്ത? പുറമെന്നുള്ള ഭക്ഷണം കൊണ്ടുള്ള പുഡിങ് നമുക്ക് ആവശ്യമില്ലല്ലോ. അല്ല നമ്മൾ പെരയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെങ്ങുമ്പോൾ തന്നെ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ ഇളനീരെടുത്തിട്ട് അതിനെ കൊണ്ട് എന്തുണ്ടാക്കണം? പുഡിങ്.
പുട്ടല്ല, പുഡിങ്. Pudi. പുഡി. Pudi. ആ പുഡിങ്. Kau എന്ന് എവിടുന്ന്? അതിനകത്ത് പട്ടി പിന്നാലെ കൂടെ ചോദിച്ചേ കാണാവുന്നതാണ്. സുഹൃത്തുക്കളെ പോവാ. ശരി. അല്ല അങ്ങനെ കിതച്ച് ഓർഡർ ചെയ്തിട്ടോ. ഇതിലെ വന്നോണ്ടി. അതുപോലത്തെ ഫോണുണ്ടാ? ഫോട്ടോ എടുക്കണോ? ഇതാ നിക്കി. ആ ചേച്ചിക്ക് പൂതിണ്ടേ, ചേച്ചി പോണില്ല. ആ ഉണ്ടാ നിക്ക. ഇതാ വരി തീർച്ചയായിട്ടോ. ചേച്ചിന്റെ നമ്പറേ ഇതിൽ ടൈപ്പ് ചെയ്താണ്, പറയണ്ട, ഇതിൽ അടിച്ചോളി. ഹരിത കർമ്മസേന വൈറലാവും ഇതിൽ പറഞ്ഞാല്. ഇതിക്ക് ഞാൻ അയച്ചുതരാം കേട്ടോ. ഫോട്ടോ മുട്ടരാ, വാട്സപ്പില്ലേ? ഫോട്ടോ മുട്ടരാ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ നമ്മൾ നിലമ്പൂർ പാട്ടിനൊരുങ്ങുകയായി. ഈച്ചുണ്ട്. ഈച്ചു മുമ്പ് ഒരു നിലമ്പൂർ പാട്ടിന്റെ ബ്ലോഗ് ഓൾറെഡി ഇട്ടതാണ്. അന്ന് ആഴ്ച മാത്രം ഉണ്ടായിനോ? ആ ഓക്കെ. രാധേട്ടന്റെ നമ്പർ ഉണ്ടോ? ഫോൺ നമ്പർ നോക്കി. ഓക്കെ, മൂപ്പര് ഫോൺ വിളിച്ചാൽ എടുക്കും ചെയ്യും മൂപ്പര്. സേവ് ചെയ്തിക്കണോ എനിക്ക്? രാധേട്ടന്റെ നമ്പർ ഉണ്ടോ? ഉണ്ട്. വിളിക്ക്. ആ രാധേട്ടൻ അല്ല, മൂപ്പര് അങ്ങനെ നാട്ടിൽ മൊത്തം അങ്ങനെ പറയില്ല കേട്ടോ. നേരത്തെ ഓഫായോ? ഇന്ന് ഈവനിങ് സ്നാക്സും ടീയും കുടിച്ച് ഓഫായി. അതിപ്പോ എല്ലാ ഐഫോണിലും ഉണ്ട്. കട്ടാക്കിയ ഒരു 10 വട്ടം എന്തോ. ഏട്ടാ എവിടെ? ഞങ്ങള് നാണിക്കുട്ടിന്റെ കുട്ടികളാ. പുതിയാളത്ത്. ഞങ്ങള് കൂട്ടാൻ വരട്ടെ? നമുക്ക് നിലമ്പൂർ പാട്ടിന് പോയാലോ? അത് നമുക്ക് പോയോക്കാ. എന്തേലും തിന്നാനും കുറച്ചാനൊക്കെ. ഞങ്ങളെവിടെ ഉണ്ടാവുക? അങ്ങാടിയിലുണ്ടോ? എന്നാ അങ്ങാടിക്കൊന്ന് നിക്കോ? ഞങ്ങക്ക് പേരറിയില്ല. ആയിക്കോട്ടെ. ഇപ്പൊ കൂട്ടാൻ വരും. പുതിയാളെ എവിടെയാ? അവിടെ തന്നെയല്ലേ നമ്മളന്ന് കൂട്ടിയ സ്ഥലം തന്നെയല്ലേ പുതിയളം? പുതിയാളെ ഇങ്ങോട്ടാണോ? റൈറ്റിക്കോ? എന്നാ അഫി പോയി കൂട്ടിയോ? അല്ല, നമുക്ക് കൂട്ടാൻ പോയോക്കാം. ഈശോ, കാർ എടുത്തല്ലോ. എന്നാ കാർ എടുക്കേണ്ടി വരും. ഇതെടുക്കണ്ട, എറ്റിയോസ് എടുക്കാം. രാധേട്ടനെ കിട്ടി. അപ്പൊ നമ്മൾ പുതിയളത്ത് പോയി രാധേട്ടനെ കൂട്ടാൻ പോവാണ്. ഞാനും അഫിയും ജിമ്മിയും പോയി രാധേട്ടനെ കൂട്ടിയിട്ട് കൂട്ടാൻ വേണ്ടി പോകുന്ന വിഷ്വൽസും വിശേഷങ്ങളും നമുക്ക് കാണാം. സബ്സ്ക്രൈബ്. അപ്പോൾ സുഹൃത്തുക്കളെ, രാധേട്ടനെ കൂട്ടാൻ ഒരു ടീം ഇപ്പോൾ കാറിൽ പുറപ്പെട്ടിട്ടുള്ളൂ. ആഴ്ചമാത്തിൻ്റെ ടീമൊക്കെ ഇപ്പോൾ പോയിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലെ തന്നെ പേരെന്താണ്? റിസൽ. അദ്നാൻ. റിസലും അദ്നാനും കൂടി ഇതാരാ വരച്ചത്? ശരിക്കും അദ്നാൻ വരച്ചേ. അപ്പോൾ അദ്നാൻ ഞാൻ വരച്ചൊരു ചിത്രം സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വീട്ടിലിറങ്ങാൻ നേരത്താണ്. ഈ എത്രാം ക്ലാസ്സിലായി? 7ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. 7ാം ക്ലാസ്സിൽ ഇത്രയും സൂപ്പറായിട്ടാണ് ഈ ഒരു ചിത്രം അദ്നാൻ വരച്ചിട്ടുള്ളത് കേട്ടോ. സൂപ്പർ ചിത്രം വരച്ചിട്ട് അദ്നാൻ വന്നിട്ടുണ്ട്. സോ എല്ലാവരും അദ്നാനെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും അഭിനന്ദിക്കുക. ഏത് സ്കൂളാണ്? നമ്മളെ ഇവിടെ അർക്കത്തിൽ തന്നെ AUP. അപ്പോൾ AUP പള്ളി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്നാൻ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ കയ്യടികൾ കൊടുക്കുക. കയ്യടികൾ. AUP സ്കൂളിലത്തെ പൂർവ്വ വിദ്യാർത്ഥി കേട്ടോ. എല്ലാവരും കയ്യടികൾ കൊടുക്കുക. അപ്പോൾ എന്തായാലും രാധേട്ടൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. താങ്ക് യു മുത്തേ. താങ്ക് യു. പോവല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അഫീഫ് നമ്മുടെ രാധേട്ടനെയും സ്വന്തമാക്കി നമ്മൾ ഇന്ന് കാർണിവലിന് പോവുകയാണ്. രാധേട്ടനുണ്ട് കൂടെ.
രാധേട്ടനും ആഴ്ചമാത്തയും ഫുൾ ടീഷർട്ടൊക്കെ ഇട്ട് വന്നിക്കണ് പാട്ടങ്ങാടിക്ക് മക്കളെ സെറ്റാക്കാൻ പോവാണേ. ആഴ്ചമാത്ത നിൽക്കണ് ഇപ്പുറത്ത്. എന്നാ പോവാ, നടക്ക് വിട്ടുവിട്. ഇന്ന് അല്ല അങ്ങട്ടാ ഇന്ന് മിക്കവാറേ റിച്ചുന് കുറെ അടി പോകുന്നു. ഇന്ന് വേറെ സ്കോറിംഗ് ആണ്. ഇന്ന് രാധേട്ടനാണ് സ്കോർ ചെയ്യുക. പക്ഷെ നൂറമോൾ സ്കൂളിൽ ഞാൻ പോയി. നൂറമോൾ ഭയങ്കര ഹാപ്പിയാണ്. സ്കോർ എടുക്കും നൂറമോൾ. സ്കോർ എടുക്കുന്ന പറഞ്ഞിട്ടോ നൂറമോള്. നൂറമോൾ സ്കൂളിൽ ഞാൻ പോയി. ഭയങ്കര സ്വീകരണമായിരുന്നു. സൂപ്പർ സ്കൂളാണ്, കിടിലൻ സ്കൂൾ, ഒരു രക്ഷയില്ലാത്ത സ്കൂളാണ്. മുറിയായോ? വീണോ? അപ്പം എന്തായാലും ഇനി നമ്മൾ പോവാണ്. ഫീഫാണോ പോയത്? ഹോട്ടലിൽ തന്നെ പോയത്? അതെടുക്കണില്ലല്ലോ. ഇന്നെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് നിലമ്പൂർ പാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഏവർക്കും പ്രിയപ്പെട്ട രാധേട്ടൻ നമ്മളെ കൂടെ നിലമ്പൂർ പാട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. രാധേട്ടന്റെ കൂടെ നമ്മൾ മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് പോണത്. നമ്മളിത് എല്ലാ റൈഡിലും കയറും. രാധേട്ടത്തിൽ കയറില്ലേ? എന്തോർഞ്ഞാലിയാ കയറില്ലേ? ആദ്യമായിട്ടല്ല ഇപ്പം ഞങ്ങള് നടാനൊക്കെ ഒപ്പം പോയിരുന്നു. മുമ്പ് പോയിക്കണേ? മുമ്പ് ഓക്കെ. നടാനൊക്കെ ചെറുപ്പത്തില് മൂരി കൂട്ടിയിരുന്നു. ഇതിലൊക്കെ കയറിക്കൂടെ നമുക്ക്? മറ്റേ യന്ത്രഞ്ഞാലിലൊക്കെ എല്ലാവരും കയറും. എല്ലാം കയറും. താത്തനെ ഇന്ന് രാധേട്ടൻ ധൈര്യത്തിന് രാധേട്ടൻ വരി ഒരു പോവാ. ബഹുമാനപ്പെട്ട ഇഫ്ര സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. കോളേജ് വിട്ട് വന്നിട്ടുണ്ട്. നൂറൊക്കെ ഒരു കമ്പനിയായി. ഇഫ്രയും ഇന്ന് നമ്മുടെ നിലമ്പൂർ പാട്ട് പരിപാടികളിൽ നമ്മുടെ കൂടെ ചേരുന്നതാണ്. അതുപോലെ റിനാൽ, ആഫീഫ്, ഈച്ചു, റിച്ചു എല്ലാവരും ഉണ്ട്. ഭാഗ്യട്ടോ. ആള് കൂടുന്നതിന് വേഗം പോയി പോരാ. അപ്പൊ എന്തായാലും ഓരോരോ വിഷയങ്ങളായിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഷൊർണൂർ വണ്ടിയാണ് പോണത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം തന്നെ ഒരു കന്നാലി വണ്ടിയിലാണ് കയറുന്നത്. രാധേട്ടാ കയറി ദാദാ, ഞാൻ ഇവിടെ ഉണ്ട്. രാധേട്ടാ ഇതിനെ കളിപ്പിച്ചിക്കല്ലേ? വരി നിങ്ങൾ അവിടെ ഇരിക്കണോ? അല്ലപ്പം ഞാനും ജിമ്മി ഇവിടെ ഇവര് ശരിക്കും ബാക്കിൽ ഇരിക്കണ്ടേ? രാധേട്ടാ ഇതിലിരിക്കോ? ഇതില് ജിംഷ ആ പാട്ട് സീനാവോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഷൊർണൂർ റൂട്ടിൽ പോകുന്ന പാലപ്പയ്ക്ക് ചവിട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ യാത്രകൾ ആരംഭിക്കുകയാണ്. ആയിഷമാത്തണ്ട് അതിൽ കയറണോ? അതിൽ കയറട്ടോ. ഇത് കഴിഞ്ഞിട്ട് അതിൽ കയറും. ലെഫ്റ്റിലൊക്കെ എല്ലാരും നോക്കണേ നമ്മളെ. അയ്യോ മരണക്കിണറിനും കയറട്ടോ. അപ്പൊ ഇതാ സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര ആയിഷമ്മ സ്പീഡ് കൂടെ കിട്ടോ? പിടിച്ചിരുന്നോളിട്ടാ, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
മാറ്റി കാണിച്ചു കച്ചിട്ടല്ലെങ്കിൽ പുറത്തുണ്ടോ അയ്യോ ഫുൾ ബോഡി തന്നെ പുറത്താ. ആ ആ ഫ്രെയിം നല്ല രസമുണ്ട്. നൂറൊക്കെ ഇവിടെ അയ്യോ ആൾക്കാരൊക്കെ നോക്കാം. ഈ പോത്ത് പോലത്തെ ചെങ്ങായൊക്കെ ഇവിടെ ഇവിടെ തോണി വണ്ടിയിൽ കയറി കളിക്കും. വല്ലപ്പോഴും തിരിഞ്ഞോ അത് വലുതാ ഏത് ആ തോണി? ആ എവിടുക്കാ ഞാനല്ലോ പ്രാവശ്യം ആണോ എവിടുക്കാ കളറൊക്കെ അല്ലാ പടച്ചാനെ അല്ലോ ഇവിടെ സീറ്റ് ഉണ്ട്. അയ്യോ നാട്ടുകാര് മൊത്തം നമ്മളെ നോക്കാനുള്ള സുഖം ആൾക്കാർക്ക് ഞമ്മളെ നോക്കിയാണ്ടാണ് ആൾക്കാർ ചിരിച്ചത്. ബൈക്കിന് നിർത്തില്ല കച്ചാറ്റാല് ഇല്ല ഇറങ്ങണമെങ്കിൽ ചാടേണ്ടി എത്ര റൗണ്ടാ? ബംഗാളി വാല ആ കഴിഞ്ഞു കഴിഞ്ഞു. മതിയോ? 10 ബോട്ടലേ നീ വേണോ? 10 കിട്ടലുണ്ട്. 10 റൗണ്ട് കിട്ടണം. അതൊക്കെ മരണക്കിണർ കയറണോ? അപ്പൊ സുഹൃത്തുക്കളെ ഇത് കേട്ട് മരണക്കിണറിലും കയറാൻ കേട്ടോ നമുക്ക്. കലിക്കരി തീരാനായി ഇത് കഴിയണില്ല കേട്ടോ. ഇറങ്ങിയിട്ട് പോരട്ടോ. രാധേട്ടാ ഇവിടെ 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 ഇരുന്നാ പോരെ? അല്ല എല്ലാരും ഇവിടെ ഇരിക്കാം. എടാ ഒന്നിരിക്കും, ഇത് കിട്ടാനാണ്. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ഏഷ്യയിലെ ഏറ്റവും വലിയ തോണിയിൽ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. എൻ്റെ കൂടെ രാധേട്ടൻ, നൂറ, അതുപോലെ ആയിഷമാത്ത അവർകളുണ്ട്. നമ്മൾ എന്താണ് ഈ തോണിന്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും വലിയ വലക്കാപ്പുണാക്കാം തോണിയല്ലേ? അപ്പൊ കപ്പലിലും വലിയ കപ്പലിന്റെ ചെറുതാ ഇവിടെ മതി. ഇവിടെ ഇരുന്നാ വലിയ സീൻ ഉണ്ടാവില്ല. ഇവിടെ നിലമ്പൂരത്തെ ചെറിയ വലിയ സെറ്റപ്പിൽ രാധേട്ടൻ എത്ര കാലമായിട്ട് നിലമ്പൂർ പാട്ട് കൂടുന്നുണ്ട്? ഞാൻ നിലമ്പൂർ പാട്ടായിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ 73 മുതൽ കൂടുതലുണ്ട്. 975 മുതൽ 73 മുതൽ 3 മുതൽ കൂടുന്നുണ്ട്. ജനിച്ചന്ന് മുതൽ നിലമ്പൂർ പാട്ട് കൂടുന്നുണ്ട്. അല്ല ജനിച്ചന്ന് മുതൽക്കല്ല, ഒരു 15-16 വയസ്സാകുമ്പോൾ 16 വയസ്സാകുമ്പോൾ തുടങ്ങി. ഓക്കെ ഓക്കെ 16 വയസ്സായപ്പം നിലമ്പൂർ പാട്ടിന് വരുന്നുണ്ട്. ആ ഓക്കെ 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 പോവാ. ആ പോവാ. നല്ല ഓക്കേക്കാ. ഇന്നത്തെ വാങ്ങി നല്ല ഓക്കേക്കാ. പേടില്ലല്ലോ പേടില്ലല്ലോ ഇന്ന പോലെ തന്നെ. രാധേട്ടാ ഇതാണ് നമ്മളെ തോണി. ഇതിപ്പോ ചാലിയാർ പോയേക്കാ പോണേ. ചാലിയാർക്കാ പോണേ. കുടിച്ചിരുന്നോളിട്ടോ. ഞാൻ പോകുന്നില്ല, ഞാൻ ആലപ്പുറത്തിരിക്കണം മനസ്സിലല്ലേ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എടാ കുറച്ച് ബലം പെടറാ, കൈ കൊടുക്കണേ. വെള്ളം പിടിക്കുന്ന തല പിന്നണേ ചവിട്ടാൻ മറി. തല തതാ നിർത്താൻ മറി. തല പിന്നണേ തല തല തല.
അയ്യോ ഓ ഓ ഇത് മതി ഇത് മതി ഇത് മതി ഇത് മതി ഇത് മതി പോയി ആരെ തട്ടോ രാധേട്ടാ ഓയ് മുറുക്കി പിടിച്ചോളി ഞാൻ പറ്റില്ലോ നിങ്ങളല്ല ഇന്നെ ഓ അയ്യോ നൂറ മുറുക്കി പിടിച്ചോ നൂറ മുറുക്കി പിടിച്ചോ അല്ലാ ജീവൻ പോയി ജീവൻ പോയി ജീവൻ പോയി അല്ലോ ഓ പറച്ചോനെ മതി 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 ആഴ്ചമാത്തൊക്കെ ചെയ്യണ്ടോ അയ്യോ ആഴ്ചമാത്ത പിടിച്ചിരുന്നോളിച്ചോ പിടിച്ചിരുന്നോളി ഞാൻ പിടിച്ചു അയ്യോ 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 ഇത് കേറില്ല ഞാൻ പറ്റില്ല പേടില്ല ഭയം ഭയം പേടില്ല ഭയം പേടില്ല ഭയം താത്തേ ഉറങ്ങോ താത്ത ഉറങ്ങണ്ടേ അത് കണ്ണു ആൾക്കാർ ക്രൗഡ് ഫുള്ള് പരിപാടി ഇരിക്കട്ടോ അയ്യോ അതേട്ടാ പിടിച്ചോ പിടിച്ചോളി ഞാൻ പിടിച്ചേനു രാധേട്ടാ 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 പിടിച്ചിരോ സുബ്ഹാനല്ലാഹ് ബ്രേക്കില്ല ക്രിസ്ത്യാക്കളല്ലേ അപ്പുറത്ത് അവിടെ എത്തിയോ അവിടെ പോകാനാവണോ വെള്ളപ്പഴക്ക് എത്താനായി ലാലാതെ അക്കരെ എത്തിയോ ടെൻഷനല്ലോ ഉറപ്പല്ലേ കരയുന്നത് താത്തേ ലാലാതെ അക്കരെ എത്തിയോ പേടിയാ ഭയം ആണ് ഓ അയ്യ 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 ഓ ഇങ്ങനെ പേടിക്കല്ലേ രാധേട്ടാ എന്താ പേടിയാ ആന കുലുക്കിട്ട് പേടിച്ചല്ലേ പിന്നെയാണ് തോണി വിളിക്കുന്നത് തോണി കുലുക്കി ആന കുലുക്കിട്ട് പേടിച്ചല്ലേ അവനെ തോണി കുലുക്കി എങ്ങനെ ആർഡർ വരി ഞാൻ ആദ്യേ ആന കുലുക്കിട്ട് പേടിച്ചല്ലേ അവനെ തോണി കുലുക്കി എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഉഷാറായിനോ ഉഷാറായി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു വരി ഹായ് ഹായ് ബ്രോ ഹായ് പിടിച്ചു പിടിച്ച് കിടന്നോളെ ഹായ് 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 ബ്രോ ബ്രോ ഹായ് 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 ഓ ഫോൺ എഴുതി ഈച്ചോ ദാ ആശുമാത്തോടെ ട്രേഡ് സെന്ററിൽ വന്നത് ഞാനവിടെ വർക്ക് ചെയ്യുന്നത് ആ ഓക്കെ ഓക്കെ കാണാൻ പറ്റില്ല അന്ന് ലീവായിരുന്നു അന്നല്ല ക്രൗഡ് ആയി ആ പക്ഷെ അതല്ല ഞാൻ ഉച്ചയ്ക്ക് രാവിലെ അവിടെ പെൻഡിങ് ഇതോ നമുക്കൊരു ഫോട്ടോ അതില് വില കേട്ട അതിൽ ഞാനല്ല അതിൽ എനിക്ക് പേടിയാ പ്ലീസ് 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 ഒരു ഫോട്ടോ ഇതിൽ കയറിയില്ലേ ഒരു ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തോളി മുത്തേ
ആശുമാതാനെ നോക്കി. രാധേട്ടൻ എവിടെ? ആ എൻ്റെ ഒപ്പം വന്ന കുറെ ആൾക്കാർ ആടുണ്ട് കേട്ടോ. രാധേട്ടനെവിടെ? ശരിട്ടാ, ഫോൺ എഴുതി. ഓ ഫോട്ടോ എടുക്കാലോ. എല്ലാരും ഉണ്ട് കേട്ടോ, 4 ആളും. വാലേക്കും അസ്സലാം. രാധേട്ടനെ സുഹൃത്തുക്കളെ, ഇതാ രാധേട്ടൻ യന്ത്രൂഞ്ഞാലിന്റെ അവസ്മരണീയ കാഴ്ചകൾ നോക്കിക്കാണുന്നു. നമ്മുടെ സ്വന്തം രാധേട്ടൻ യന്ത്രൂഞ്ഞാലിന്റെ ചരിത്രം ഈച്ചുവിന് പകർന്നു നൽകുന്നു. രാധേട്ടൻ ബാക്കിലേതോ കുട്ടി പുഞ്ചിരിയോടെ നിൽക്കുന്നു. ഇല്ലല്ല ഓക്കെ. അപ്പൊ കറക്റ്റാ. അപ്പൊ ആഴ്ചമാത്തെ ഞാൻ അതിന് ഇതുവരെ കയറിയിട്ടില്ല. ഇതിൽ കയറിക്കണോ മുമ്പ്? ഇതാ സ്പീഡ് കൂടുതൽ. അല്ലെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കറങ്ങുമ്പോ നടക്കാൻ ചെയ്യാന്നുള്ളൂ. എന്ത് തോണി കയറി എന്ത് യന്ത്രം ഞാല് അതാ ഞാൻ ആലോചിച്ചത്. ആ സ്ഥാനത്ത് കയറണം. ഞാനല്ല, കുട്ടികളൊക്കെ ചാടണേ. അതിനപ്പുറത്താണ് കണ്ടില്ല നേരെ. എന്താ ഇതാണ് കാണേണ്ടതേ. ആ ലൈറ്റ് നോക്കിട്ടാണോ ബൾബ്? പട്ടി ഉണ്ടോ മറ്റേ മാജിക് പട്ടി? അതൊക്കെ പണ്ടുണ്ടായിനി. നമ്മള് പറഞ്ഞതനുസരിച്ചൊക്കെ വന്നിക്കണ പട്ടിയൊക്കെ. അവിടെ സർക്കസ് തുടങ്ങുന്നുണ്ട്. ഇതില് ലൈനുള്ള ചെക്കനാര് പറയുമ്പോ പട്ടി വന്നിക്കോ എടുത്ത് ലൈനിലേക്കനോ? അങ്ങനെയൊക്കെ ചെയ്യും പട്ടി. അത്തമ്മ ഉണ്ട് എവിടെ? ജ്യോതിഷം നോക്കണ അത്തമ്മ കൂട്ടിൻ്റെ ഉള്ളിൽ. അത് വേണ്ട വേണമെന്നല്ലേ പറഞ്ഞേ. അത് ഉണ്ട് വരെ കേറിട്ടോ അതങ്ങനെ പോവും. അല്ല ബസ് ബൈ ഹം ഏക് ഗാഡി ബൈ നമ്മൾ അവഗണനപ്പെട്ടവരാണ്. മൈൻഡ് വെക്കണില്ല. അതിലെ വരണ്ടേ ഈ ലൈന് തല മുട്ടണോയിക്കോട്ടെ. പിന്നെ എന്റെ മോതൊക്കെ പിടിച്ചാട്ടാ. എത്താ ചെറിച്ചണ്? അല്ല എനിക്കൊന്നും ഇതിന്റെ വെലോസിറ്റി നോക്കുകയാണ്. വെയിറ്റ് ബാലൻസ് നോക്കുകയാണ്. എല്ലാരും ശ്രദ്ധിച്ചോളി. ഇതിനൊരു മാത്സ് ഉണ്ട്. ഫിസിക്സ് വരും ഇതില്. പെൻഡുലം കറക്റ്റ് ആവണം. ഇതിനൊരു പെൻഡുലം ഉണ്ട്. അത് കറക്റ്റ് ആയാലും അത് സിമ്പിൾ പെൻഡുലം പഠിച്ചാണ്ട് ഇങ്ങനെ ഒരു സൈഡിലേ കൂടുതൽ ആൾക്കാരെ കയറ്റില്ലേ അങ്ങോട്ടാണ് മാറി ചക്രം പോലെ. സിമ്പിൾ പെൻഡുലത്തിന്റെ ബോൾ ഇവിടുന്നാക്കി വിടുന്ന എക്സ്പെരിമെന്റ് ഇല്ലെങ്കിൽ അത് കോമസ് അല്ലേ? ഇവിടുന്ന് ബോൾ അങ്ങോട്ട് വിടുന്ന ഇതാണുണ്ട്. ഞാനില്ല ഇത് ഛർദിക്കും. ഞാൻ ഇതുവരെ കയറിയില്ല. ലോകത്ത് എന്തൊക്കെ ഉണ്ട് ആസ്വദിക്കാൻ. ഇതൊക്കെ ഒരു ലൈഫ് ടൈം അല്ലേ? കേരളത്തിലാകെ ഇന്ത്യയുള്ളൂ. ആദ്യം കയറാൻ നന്നായി. ഇതിന്റെ വെയിറ്റ് കറക്റ്റ് ആക്കണ വരെ കറങ്ങിക്കൊണ്ട് നിൽക്കും. നമ്മളെ നാട്ടിലിരിക്കണല്ലേ അത്രയും കറക്കം കിട്ടുവിനി. ഇത് പോയിട്ടോ. ഇത് റൗണ്ട് പോയി. റൗണ്ട് പോയി. ഇത് തുടങ്ങി. എനിക്കറിയില്ല. ബായ് തമ്മിട്ടു. ബായ് ഹംനെ നെഹി മൈൻഡ് ചെയ്യാ. അവിടെ വേറെ രാധേട്ടൻ്റെ അതേപോലെ
രാധേട്ടൻ്റെ ഒരു ഡ്യൂപ്പിനെ കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത്. രാധേട്ടൻ നോ ടെൻഷൻ. മറ്റേലൊക്കെ കറക്റ്റ് തോണിയിലൊക്കെ സീനായി നിന്നു. കേറുമ്പോ കാണാം. നമ്മള് 1 2 3 4 5 എത്ര ടോട്ടൽ എത്ര ടിക്കറ്റ് അടിച്ചു? 9 ടിക്കറ്റ്. കറക്റ്റാ. അതെല്ലാം കുത്തിയിട്ടോ പക്ഷെ താഴത്തുണ്ടാകാലോ. പൊട്ടിക്കോട്ടെ, താഴെണ്ടാവില്ലേ? നിലമ്പൂരല്ലേ നമ്മക്കുണ്ട് പേടി. എടാ ഞാൻ ആള് കയറണ വരെ നമ്മളിങ്ങനെ മേലെ കൂടെ പോണോ? നമ്മള് മേലെ നിക്കണം. ആണോ? മേലെ ഇങ്ങനെ നിക്കണം. ആട്ടല്ലേ 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 പ്ലീസ് പ്ലീസ് പ്ലീസ്. ആട്ടരുത്. തുരുമ്പൊക്കെ പിടിച്ചിട്ടോ. അതല്ല പെയിന്റ് അടിച്ചാ പെയിന്റ് അടിച്ചാ ഇതൊക്കെ ഇതൊക്കെ ഇതെനിക്ക് പറ്റണില്ല. പോണേ അതറിയില്ല. പക്ഷെ എനിക്ക് പറ്റില്ല. നമ്മളെ നമ്മളെവിടെയാ കുത്തിരിക്കണേ പറഞ്ഞാൽ തോണിന്റെ ഫ്രെയിമൊക്കെ വല്ലാത്തൊരു ഫ്രെയിം. നമ്മളെ ടെർഫതാ അവിടെ. എന്നെ നിർത്തിക്കണേ അടിക്ക് ആളെ കയറ്റ നിൽക്കുമ്പോ തന്നെ നല്ല കഴിച്ച എന്തത്ര ഹൈറ്റില് ഇവിടുന്ന് മറ്റേ തോടെ ആകാശം എടാ എല്ലാരും കേറി ലാസ്റ്റ് കയറിയാ മതി. ഇനി തുടങ്ങണമല്ലോ അവിടെ നോക്കിക്കണ്ട അങ്ങനെ മഞ്ഞേക്ക് പോണ തൊള്ളേക്ക് അതല്ല റോഡിൽ നിന്നാലും നോക്കിന്നാലും നന്നായിട്ട് ഛർദ്ദിച്ചു അല്ലേ? ഓലെ കൂടി കയറി നമ്മളെ നേരെ വേണ്ടാവില്ലേ? ഓല് പടം ഉണ്ടാവും. ഓല് ഏറ്റവും കൂടുതലുണ്ടാവും. വെടിന്നല്ല ഇതിലല്ലോ ഏറ്റവും ടോപ്പിലുണ്ടാവും. ഇപ്പൊ നമ്മളെന്നോടുത്ത് ബറാക്ക് റോയൽ എൻഫീൽഡ് ഇവിടുന്നാണ് നമ്മളെ ഈ മലയെടുത്ത് ഇവിടുന്നാട്ടോ. ഈ പത്താൻ്റെ മുബറക്കാൻ്റെ പിടിയാണ് നമ്മളെ ഫസ്റ്റ് ഈ മലയൻ ബറാക്ക് റോയൽ എൻഫീൽഡ് സർവീസ് സെന്റർ ഉണ്ട്. ഇൻഷാല്ലാ ഒരു വണ്ടി സൂൺ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? മുമ്പ് വന്നിട്ടല്ലോ. യന്ത്രഞ്ഞാലിൽ കയറിയിട്ടുണ്ടോ? ഇല്ല 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 ഇതുവരെ കയറിയില്ല. നാളെ നമ്മൾ രണ്ടാളും ഒരേപോലെ. ഞാൻ ഫസ്റ്റ് ടൈം പറയാം. ഞാൻ അങ്ങനത്തെ ഒന്നും നിൽക്കല്ലോ. ഞാൻ സമാധാനം. ഞാൻ കയറിയിട്ടില്ല. മതി മതി മതി. ഞാൻ അടുത്ത അടിയിൽ ഇറങ്ങുമ്പോ ഞാൻ ഇറങ്ങട്ടെ. ഇതൊക്കെ നോക്കഞ്ഞോ. ഇരിക്കണ്ടല്ലേ നമ്മള്. ബീച്ച് നല്ല പ്രശ്നം. ബീച്ച് കേട്ടിട്ടാ ചേട്ടാ. എടാ കഴിഞ്ഞ ധോണിക്ക് ഇവിടെ ഒരു ഓട്ടം ഉണ്ടായി. തലങ്ങനെ പുറത്തു അടവുണ്ടായിട്ട് പേടിയാവാ. ഫുള്ള് നിലമ്പൂർ പാട്ട് ഫുള്ള് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളെ നാടിൻ്റെ ഉത്സവം നിലമ്പൂർ പാട്ടിട്ട് എല്ലാവരും കണ്ടോളി. നിലമ്പൂർ പാട്ടാണ് നിങ്ങളെല്ലാവരും കാണുന്നത്.
അതാ ആരെ വിളിച്ചിനെ ഇഫ്രീം നൂറയും ഒന്നുകൂടി സൂം ചെയ്തോക്ക്. ആ അല്ല എന്നോട് പറഞ്ഞ ഇഫ്രീം നൂറിയും ഈച്ചും റിനാനും റിച്ചുവും മറ്റൊരു തോണിയിൽ. ആ. അയ്യോ ബൈ മതി ബൈ വേഗം ഇറക്കി. ഇല്ലല്ല ഇല്ലല്ല ഓലൊക്കെ നിക്കണോക്ക്. പോകൂല ഹായ് ഇവരെന്താ മാനത്തെത്തിക്കണേ? ഹായ്. കുറച്ച് ആൾക്കാർ എയറിലാണ്. നിലമ്പൂർ പാട്ടിൽ കുറച്ച് ടീം യന്ത്രത്തിന്റെ തകരാറ് മൂലം എയറിലായിട്ടുണ്ട്. ആ ഓല് അതിലെല്ലാവരും പേടിച്ചിട്ട് കയറാക്കുന്നല്ലേ ഓല് ആള് അതെ അത് വിചാരിക്കണ പോലല്ല. അത് കാണുമ്പോ പേടിയുണ്ട്. ആടാ ഞാനില്ലൊന്നും. ഞാൻ ഇതിൽ തന്നെ എങ്ങനെയൊക്കെയാ വരിക. നമുക്ക് രണ്ടാം പേര് കാണാം. ആ ജിമ്മി ഇതിലൊക്കെ പിന്നെ കയറ്റാൻ കാരണം അവനാണ്. ഞാൻ അതിലൊന്നും കയറില്ല. ഞാൻ ആകെ മരണ കളർന്ന പോലെ ഉള്ളൂ. അതാകുമ്പോ നമ്മളൊന്നും കാട്ടണല്ലോ, ഓല് കാട്ടിക്കോളും. ആ കയ്യിലൊരു കൈ നോക്കിക്കൂടെ? കയ്യിൽ കഴിവുണ്ടോ? മരണക്കിണറില് കഴിവുണ്ടോ? ബൈക്കേറ്റ് ഇല്ല ഇല്ല പോലെ പറയും. ശരിയാവില്ല ചെരിഞ്ഞാ വേണ്ടതേ. നേരെയാണെങ്കിൽ കുഴപ്പമില്ല. മറക്കപ്പാട റൂട്ടിനെ നേരെ പോവുകയാണെങ്കിൽ 1 മണിക്കൂർ ചെരിഞ്ഞു പോയാലും മനുഷ്യാകെ ചെരിഞ്ഞു. ഇപ്പൊ സാധനം വരാണ്ട് ഇങ്ങനെ പോകും ഇങ്ങനെ പോകും. പ്ലീസ് പേടിപ്പിച്ചല്ലേ. ഇപ്പൊ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചെയ്യാനുള്ളൂ. ആളെ കുപ്പിയിലാക്കണ പരിപാടിയാണ്. ആളെ കുപ്പിയിലാക്കണ പരിപാടിയാണ്. കുപ്പിയിലായി. നമ്മളെ കുപ്പിയിൽ തന്നെയാണ്. നമ്മള് കുപ്പിയിലായി. ആണേ ഞാൻ കേറിയിട്ടില്ല. ഞാൻ അന്നല്ലാത്ത കാലത്ത് കയറിക്കണമെന്നില്ല. സ്പീഡ് കൂടുന്ന അത്ര രസമല്ലട്ടാ. ഇല്ല തീരെ രസമല്ല. തല എങ്ങനെ ആവണേ? തല കാണുക, വയറ് കാണുക. എന്താ പറ്റി? പ്രശ്നമില്ലാറുണ്ട്. ഭയണ്ടോ? പേടി പേടിണ്ടോ? ഭയം 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 ഭയാണ്. ഭയം, പേടിയില്ല. ചെറിയ ഭയം. അനാൻഷ ഇല്ല മുത്തേ. ഇല്ല സാർ ഞങ്ങൾ ഇതിലില്ല. സീനായി സീനായി ഇത് സീനായി വിട്ടു. അതെന്താണ്? രാജേട്ടാ നിർത്താൻ പറയടാ. നിർത്താൻ പറ. കാണാനില്ലാത്ത റാണിയില്ല. ഭയാണോ? ഞാൻ പേടിയാണ്. മതി മതി മതി. ആകെ പിടുത്തം വിട്ടു. എടാ കൊറേ ആള് കയറാല്ലേ. നിർത്താൻ പറയും. നമ്മളെന്നെ എങ്ങനെ ആട്ടണേ? നമ്മളെ 80 ഉറുപ്പ്യക്കുള്ള ആടി. ജാസ്തിയല്ല കമ്മി. 80 ഉറുപ്പ്യക്കുള്ള ആടിട്ടോ. ആയിക്കോട്ടുള്ളൂ.
80 അതിന് പിടിച്ചോളൂ പിടിച്ചോളൂ. പിടിച്ചോളി അവന്റെ പറഞ്ഞ പിടിച്ചിരുന്നു. ബൈ 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 ഇറക്കിക്കോളി ബൈ ബൈ ഇവിടെ ഓട്ടം. ഹായ് ഹായ് ഹായ്. രാധേട്ടൻ നേരെ പോകട്ടോ. സീൻ എൻട്രി രാധേട്ടന് അതൊന്നും എടുത്താ വീഡിയോ 0.5 ആക്കിയൊക്കെ. പരിസരം മറന്നു. രാധേട്ടൻ ഫാൻസ് നിലമ്പൂർ. യായ് ഒരു ഫോട്ടോ എടാ ഓല ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ട് പോയത് ഫോട്ടോ എടുത്തോ വ്ളോഗിലൊക്കെ എടുത്തോ. ഓക്കെ എടാ തലമിന്നെ അല്ല ഓല ഇവിടെ ഒന്നും അങ്ങോട്ട് തെളിയണില്ല. ഇത് ഇത്ര സീനാണ് നിച്ചറില്ലേ ഞാൻ ഓല ഇവിടെ ഞാൻ കുടിയിലാണെന്നൊക്കെ പറഞ്ഞപ്പോ വലിയ സീനില്ലായിരിക്കും. ഇത് എന്ത് കറക്കണേ. ഹായ് ഒരു പേടിയില്ല. കുട്ടികൾക്ക് ഒരു പേടിയില്ലട്ടോ. രാധേട്ടനെവിടെ? തല കറങ്ങിയില്ലേ. രാധേട്ടൻ ആഴ്ചമാതാന്റെ അടുത്ത് നിൽക്കുള്ളൂ. ഇതിലൊന്നും തല കറങ്ങില്ല. ഇതൊക്കെ സന്തോഷിച്ച് വരുന്നൊക്കെ ഒരു പ്രശ്നമല്ല. ചിരിച്ചു വരിക. ആ കാണാം. ബൈ ബൈ. ഓല കാണാലോ. ഇതിന്റെ ഒച്ച ഫുള്ള് പോയടാ. ഒരു കുത്തലുണ്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ്. എന്ത് ഞാനിങ്ങനെ ഇറങ്ങിയിട്ടാണ്. എവിടെ ആ സൈഡിലാണോ? കട്ട് ചെയ്തോ? ആ അപ്പൊ സുഹൃത്തുക്കളെ ഇതാ എങ്ങനെയുണ്ടായിനി? അടിപൊളി. ഉഷാറായിനി. എങ്ങനെയുണ്ടായിനി? ഞാൻ രണ്ടാമത്തെ സെക്കൻഡ് ടൈമാ? തല മുട്ടിയോ? ഞാൻ തല തല കുത്തിയോ? ഞാൻ ഈ തടിയില്ലെങ്കിൽ ഇപ്പൊ പള്ളക്ക് പോയിക്കണോണ്ട് ഇറങ്ങാം. എല്ലാരും ഒപ്പം പോയിക്കോളി. ഒപ്പാണ് ഇറങ്ങാം. അങ്ങോട്ട് പോവാ. അങ്ങോട്ടല്ലേ? അങ്ങോട്ടല്ലേ? ഫോട്ടോ എടുക്കാം. ഈ ഫാനിന്റെ കൂടെ ഹലോ ഈ ഫാനിന്റെ കൂടെ ഒന്നെടുക്കൂ. അപ്പൊ കഴിച്ച് നമ്മള് പാട്ടിന്റെ അറ്റത്തെത്തിക്കാണ്. നമ്മൾ ഈ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കൂളാവാല്ലേ രാധേട്ടാ? കൂളാവാന് നമ്മള് ഒരു എന്താ പറഞ്ഞത്? എന്താ നമ്മള് പറഞ്ഞ കുടിച്ചാന്? എന്താ ഇതിന്റെ പേര് പറഞ്ഞ? പച്ചമാങ്ങ കാന്താരി. പച്ചമാങ്ങ കാന്താരി പറഞ്ഞ കാന്താരി സോഡ അടിച്ചു പോകും. ഞാനൊരു രാധേട്ടന് പോകും. അതിലടുത്ത പോട്ടെ ജിമ്മിക്കൊരു ബൂസ്റ്റ് വിളിക്കും. ഒരു പച്ച വിളിക്കും. അല്ല പച്ചക്കാന്താരി പച്ചമാങ്ങ കാന്താരി അടിച്ചു പോയി. സ്റ്റക്കായോ? ഇതെന്തത് മോനെ? എന്താണ് കുടിച്ചടാ? അങ്ങോട്ട് പറഞ്ഞേ. തൊണ്ട കിറക്കി. ഇതെന്തൊക്കെയാ പിന്നെ കഞ്ചിപ്പേ? സത്യം പരിപാടി ഒന്നും ഇല്ലെങ്കിലും തൊണ്ട വാങ്ങി പോകൂ. അല്ല എനിക്ക് കേട്ടോ. എങ്ങനെ റിച്ചുവോ? നാളെ സ്കൂളിൽ പോകണ്ടേ?
കുറേ ഞാൻ നാളെ പോവില്ല വലിയൊരു ഒരു ഉസാറില്ല കേട്ടോ തോണിന്ന് അറിയിട്ട് തോണി ആടാ തല ഇറങ്ങല്ലേ ഏന്ത്ര പറഞ്ഞാലൊരു ഡിസ്ക് സാധനം തല ഇറങ്ങി കഴിഞ്ഞിട്ട് മനസ്സിലായി നമുക്ക് മെല്ലെ ഇറങ്ങി വെക്കല്ലേ അപ്പോൾ ഗൈസ് അവനോട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അത് നല്ലോണം ഊതി അപ്പോഴേ സാധനം വരുള്ളൂ. അത് ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വെക്കി അതിനല്ല 5 ഊതി ഇവിടുന്ന് എടുക്ക് ജിമ്മിയ നല്ല ഉസാറിൽ ഊതി. ഇതിനെന്താ പറ്റി? ഒന്നുകൂടി ഊതി കാണി. വരാനുള്ളൊരു ഗ്യാപ്പില്ല അവിടെ. ഒന്നൊടിഞ്ഞ് പോയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അനുവിന് വരാൻ കഴിയണില്ലേ, ഫുള്ള് തിക്കും തിരക്കായിട്ട്. അനുവിന് ബ്ലോഗ് എടുക്കാൻ പറ്റിയൊരു കണ്ടീഷനല്ല. അപ്പോൾ അനു അവിടെ നൂറിൻ്റെ ഒക്കെ ഒപ്പുണ്ട്. നൂറ് അവിടെ ഉണ്ടല്ലേ, അനു അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പോയി വരാം. വരി മരണക്കിണറും കൂടി കണ്ടിട്ട് നമുക്ക് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഐച്ചമാത്തിയും സൗദും സിദ്ദിനും എല്ലാവരും ഉണ്ട്. റീനല്ലേ ബാ രാധേട്ട മുന്നേ മരണക്കിണർ കണ്ടിക്കണോ? ഓടിച്ചിക്കണോ? ഓടിച്ചില്ല. ഓടിക്കാൻ താല്പര്യം ഉണ്ടോ? ഇല്ല. മറിഞ്ഞു നോക്കൂ. വരി. അപ്പോൾ നമ്മളെല്ലാവരും മന്ദം മരണക്കിണറിൻ്റെ അരേനയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ മരണക്കിണറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് വണ്ടികളൊക്കെ? അയച്ചമാതാ എക്സൈറ്റഡ് ആണോ? പറഞ്ഞാല് ഇത് കാണാന് ഉസാറായി ഉസാറാണ്. അയച്ചമാത്ത കേറിന് ഉസാറിൽ ചെരുപ്പ് താഴത്ത് കിട്ടും കേട്ടോ, അറിയാതെ എടുത്തു കൊടുക്കും. അവിടുന്ന് എടുത്തു കൊടുക്കും. അയച്ചമാത്ത ആ ഒരു ഊക്കിൽ കയറിയതാണ്. അപ്പോൾ സ്റ്റെപ്പിന്റെ കുറച്ച് അപ്പുറത്തേക്കുന്ന സ്റ്റെപ്പിന്റെ അടിയിൽ അറിയാതെ അയച്ചമാത്തന്റെ ചെരുപ്പ് വീണ് പോയി. അപ്പൊ നമ്മളെ വണ്ടികളൊക്കെ അവിടെ നേരെ ആയിട്ട് നിർത്തിയിട്ടിരിക്കണുണ്ടോ? ഇല്ലടാ, പൈസ എടുക്കണേനു. പണ്ട് ആദ്യം മരണക്കിണറിന് കൊണ്ട് നീ ഡാഡിന് കേട്ടോ. ഡാഡി ഇതിൻ്റെ ആളെയും ഡാഡി 500 നോട്ടൊക്കെ വെച്ച് കൊടുക്കും. ഇവിടെ അങ്ങനെ പൈസ വെച്ച് കൊടുക്കും. ഒരിടത്ത് പോണത് തന്നെ അറിയില്ല. 500, 100 ഒക്കെ വെച്ച് കൊടുക്കും ഡാഡി. അന്നോട്ടെ നമ്മളെ ഡാഡിനെ കൊണ്ടൊരു വരവ് വരണം വെച്ചു. പക്ഷെ ഡാഡിക്ക് ഇപ്പോൾ മുട്ട് കൊണ്ട് അങ്ങനെ നടക്കാൻ കഴിയില്ല, മുട്ട് വേദനയായിട്ട്. അല്ലെ നമ്മൾ ഡാഡിനെയും കൂട്ടിയൊരു വരവ് വന്നീനു. എന്തെങ്കിലും പറയണേ? ചെരുപ്പ് പോയിന്ന്. അത് പ്രശ്നമില്ല, നമ്മൾ പോകുമ്പോൾ എടുക്കും. അത്രേ ഉള്ളൂ. അതിനിപ്പോൾ ചെരുപ്പ് പോയല്ലേ, ഒരു ചെരുപ്പല്ലേ, അതിന് നമ്മൾ വാങ്ങി തരും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് മരണക്കിണറൊക്കെ ഇതാക്കണ ഒരു ഹലോ ഗായ്സ്. അപ്പോൾ മരണക്കിണർ ആദ്യത്തെ ആളിറങ്ങിയാണ്. ഈച്ചൊക്കെ ഉണ്ടോ? ഈ മറ്റേ ചെകുത്താൻ്റെ ഇത് ഇടോ ചോദിച്ചിട്ടുണ്ട്.
വെച്ചേക്കല്ലേ കള്ള കാക്ക ഈ കാക്ക ഹൈറ്റിൽ പൈസ വെച്ചേക്ക ആ ഈ ചാടി ആരുടെ ഒരു 10 രൂപ ഉണ്ടോ റൈഡ് കഴിഞ്ഞിട്ടോ അടിപൊളി അടിപൊളി തലയിൽ വെക്കി ആ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു സാറാണ് ചെക്കൻ എങ്ങനെ ഓടിച്ച് നിങ്ങൾക്ക് ബൈക്ക് കിട്ടി ഞങ്ങൾ ഓടിക്കും അങ്ങനെ ഓടിക്കും ഉള്ളിലല്ല റോഡിൽ കൂടെ ഓടിക്കും ബൈക്ക് തന്നാ ഞാൻ ഓടിക്കും പക്ഷെ ഇതിനുള്ള ഓടിക്കൂല റോഡിൽ കൂടെ ഓടിക്കും അച്ഛമാതാ ഓയ് ഓയ് എങ്ങനെ ഉണ്ടായിരുന്നു സാറാണ് അപ്പൊ നമ്മള് ഓനൊരു തലയിൽ വെക്കണ സാധനം കൊടുത്തിന് കേട്ടോ അതവിടെ ആ കാർമ്മ കൊണ്ടുപോയി വെച്ചിക്കണ് അതാ കാണിച്ചെടുക്ക് ഓരോ ആ കാർമ്മ കൊണ്ടുപോയി വെച്ചിക്കണോ അപ്പൊ അടുത്ത റൈഡിൽ തലയിൽ വെക്കുമെന്ന് പറയണം നേരത്തെ കഴുത്തിൽ വെച്ചാൽ ഓടിച്ചത് അടുത്ത ഓടിക്കുമ്പോൾ തലയിൽ വെക്കുമെന്ന് പറയണം നമുക്ക് നോക്കി നോക്കാം മൂപ്പരിക്കുണ്ടോ പേടി കാലുമ്പ കെട്ടി പോണക്കണേ സെൽഫി എടുക്കണേ എന്താണ് പൊട്ടിച്ച്
നോക്ക്. കൊമ്പ് ഡാഷ്ബോർഡ് വെച്ച് അത് വെക്കാനേ കാരം. മാരുതികൾ കയറിയിരിക്കുന്നു ഗായ്സ്. ഓ പൊടി കൊണ്ട് പൊട്ടിച്ചു. ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഓ പൊട്ടിച്ചില്ല നിർത്തി വന്നേ. നേരത്തെ ബുള്ളറ്റ് എങ്ങനെ പൊട്ടായിരുന്നു പൊട്ടി. രാധേട്ടാ നമുക്കിത് പഠിച്ചാലോ? ഇത് പഠിച്ചാലോ? എളുപ്പം പഠിക്കാൻ ഇമ്മേ എന്താ ഹായ് 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 പോലെ ഹായ് 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 സെറ്റ്. അപ്പം ഇനി നമുക്ക് വേഗം ഇറങ്ങട്ടോ, അല്ലേ നമ്മൾ ലോക്കാവും. ആശുപത്രി ചെയ്തിട്ട് നമുക്ക് അവനെ നേരിട്ട് കണ്ടൊരു സെലൂട്ട് അടിക്കാം. എല്ലാവർക്കും ഒരു നിന്നിട്ടൊരു സെലൂട്ട് അടിക്കാം. ആശുപത്രി ഇറങ്ങി ഇറങ്ങാം. സൗദിനുള്ളത് അവിടെ കൂടി പോകും. गाइस अब भाई भाई अच्छा ड्राइविंग कितना साल हो गए? 10 साल हो गए. 10 साल. താങ്ക് യു. അച്ഛ ഡ്രൈവിംഗ്. താങ്ക് യു. എല്ലാവരും ഒന്നൊന്നര ഡ്രൈവിംഗ് കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അജമാതാൻ്റെ ചെരുപ്പ് കിട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. ഭയങ്കര തിരക്കാണ്. കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ വേണ്ട കുറച്ചെടുത്തേക്ക് വന്നോ. അപ്പോൾ സുഹൃത്തുക്കളെ ഇതായിരുന്നു നമ്മൾ നിലമ്പൂർ പാട്ടിന് പോയ വ്ളോഗ്. നിർഭാഗ്യവശാൽ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പോയിരുന്നു മാക്സിമം. പക്ഷേങ്കിൽ എന്താ വെച്ചാൽ നല്ല ജനമുള്ള ദിവസമായിരുന്നു. നമ്മൾ ഇന്നലെ ഞായറാഴ്ചയാണ് ഫുൾ ക്രൗഡ് എഴുതിയിട്ട് ഇന്നലെ പോയില്ല. പക്ഷെ ഇന്ന് അതിലേറെ ജനങ്ങളുള്ള ദിവസമായിരുന്നു. അപ്പം അതിലേറെ ഇന്നലത്തെ അത്ര അല്ല, പക്ഷെ എന്നാലും കുറേ ജനങ്ങളുണ്ടായി. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് വ്ളോഗ് എടുക്കാൻ കഴിയണില്ല. അപ്പം നമുക്കിങ്ങനെ പാറ് നടന്ന് വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്ക് വ്ളോഗ്
വ്ളോഗിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഇങ്ങനെ വെറും ആൾക്കാർ ഇപ്പോൾ ഫോട്ടോ എടുക്കണ കണ്ടന്റ് മാത്രം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ വ്ളോഗ് നിർത്തി പിന്നെ അഫിനി ബല കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷേ ഓലും കുടുങ്ങി. പക്ഷെ എന്തായാലും ഇനിയിപ്പം ആയിഷമാത്താനെയും രാധേട്ടനെയും കൊണ്ടുപോയ ഫസ്റ്റ് വ്ളോഗാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കണം. ആകെ ക്ഷീണിച്ചു, തളർന്നു, സൈഡായി. കാരണം ആകെ അങ്ങെത്തിക്കണം. അപ്പം വ്ളോഗ് കണ്ട എല്ലാവരോടും ബിഗ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ 29 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ തംബ്നെയിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കിടിലൻ തംബ്നെയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്വന്തം KPN ആണ്. അപ്പോൾ എന്തായാലും KPക്ക് ഒരു ബിഗ് താങ്ക്സ്, ഒരു കാർണിവൽ തംബ്നെയിൽ ചെയ്തതിന്. സോ വൺസ് അഗൈൻ മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.